ഈ ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ നമ്മൾ ഒരുമിച്ച് ഗാന്ധിയെ ഓർക്കാം, കേരളത്തെ കാക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് നേരത്തെ സഖാവ് ലിജീഷ് സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് സംഘപരിവാർ ഭരണ സംവിധാനങ്ങൾ ഈ രാജ്യത്തെ എങ്ങനെയാണോ വിഭജിക്കാൻ പരിശ്രമിക്കുന്നത് എന്ന് നമ്മളൊക്കെ കാണുന്നതും മനസ്സിലാക്കുന്നതുമാണ്. ഗാന്ധിയെ കൊന്ന ഗോഡ്സെയുടെ രാഷ്ട്രീയം, ആ ഗോഡ്സെയുടെ രാഷ്ട്രീയം സംഘപരിവാർ രാഷ്ട്രീയമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഗാന്ധിയെ കൊല്ലാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് ഗാന്ധി മുന്നോട്ട് വെച്ച രാഷ്ട്രീയമായിരുന്നു എന്ന് തന്നെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കാനുള്ള 55 കോടി അന്ന് കൊടുക്കാത്തതിൻ്റെ പേരിൽ നിരാഹാര സമരം നടത്തിയ ഗാന്ധിയെ, അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ ഇടപെടലുകളെ, മതേതരത്വത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ വാദത്തെ, ജാതീയമായ വേർതിരിവുകൾക്കെതിരെയുള്ള ഇടപെടലുകളെയെല്ലാം അസ്വസ്ഥതയോടുകൂടി കണ്ട ഗോഡ്സെയുടെ സംഘപരിവാർ രാഷ്ട്രീയം തന്നെയാണ് ഗാന്ധിയുടെ ഇടനെഞ്ചിലേക്ക് വെടിയുതിർക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ആ ഗോഡ്സെയുടെ രാഷ്ട്രീയം ഇന്നും ഗോഡ്സെയെ പ്രകീർത്തിക്കുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. നമ്മുടെ രാജ്യത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗാന്ധിയെ കൊന്ന ഗാന്ധിയുടെ രാഷ്ട്രീയക്കാർ ഗോഡ്സെയെ പ്രകീർത്തിക്കുകയും മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രയാസകരമായ കാഴ്ചയാണ്. മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് പൂജ ശകുൻ പാണ്ഡെ എന്ന് പറയുന്ന സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയം പേറുന്ന ഒരു നേതാവ്, അവരുടെ നേതൃത്വം ഗാന്ധിയുടെ രൂപമുണ്ടാക്കി 2019 ജനുവരി മാസം 30 ഇതൊരാചാരമാക്കണം എന്നുള്ള തരത്തിൽ ആ ഗാന്ധി രൂപത്തിൽ വെടിയുതിർത്ത് ആ രൂപത്തിൽ നിന്ന് രക്തത്തിൻ്റെ നിറമുള്ള കളർ ഒഴുകി വരുന്ന സമയത്ത് അത് കണ്ട് ആനന്ദ നിർവൃതി അടിഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഗാന്ധി രൂപത്തെ കൊണ്ടുപോയി ദഹിപ്പിച്ച് ഗോഡ്സെയുടെ കഴുത്തിൽ ഹാരമണിയിച്ചു പൂജ ശകുൻ പാണ്ഡെ. ഇത് നടന്നത് ഈ രാജ്യത്താണ്. മഹാത്മാവിനെ കൊന്നിട്ടും തീരാത്ത പകയുമായിട്ടാണ് ഈ രാജ്യത്തെ സംഘപരിവാർ ഇന്നും മുന്നോട്ട് പോകുന്നത്. ആ സംഘപരിവാർ ഇന്ന് രാജ്യം ഭരിക്കുമ്പോൾ രാജ്യം ഭരിക്കുന്ന BJP എടുക്കുന്ന സമീപനവും നമുക്കറിയാം. നമ്മൾ പ്രസംഗിക്കുന്നതാണ്, ഈ നാടിനോട് സംവദിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാല JNU സർവകലാശാല, ആ JNUവിൻ്റെ വൈസ് ചാൻസലറായി ശാന്തിശ്രീ പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്നിരുത്തി. ആരായിരുന്നു ശാന്തിശ്രീ പണ്ഡിറ്റ് എന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ പറയാൻ സാധിക്കും, ഗോഡ്സെക്ക് വേണ്ടി വാദിക്കുന്നവരായിരുന്നു ശാന്തിശ്രീ പണ്ഡിറ്റ് എന്ന്. ട്വിറ്ററിൻ്റെ എക്സിൽ ഈ ശാന്തിശ്രീ പണ്ഡിറ്റ് ഗോഡ്സെയുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, ആശയങ്ങളോട് എനിക്ക് പ്രിയം എന്ന് പറയുന്ന പോസ്റ്റുകൾ ഇട്ടത് ഈ നാട് ദർശിച്ചതാണ്. അങ്ങനെയുള്ളവരെ രാജ്യത്തിൻ്റെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരായി ഇരുത്താൻ ഇന്നും സംഘപരിവാറുകാർ താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ, അവരുടെ ഈ ജീർണിച്ച രൂപത്തിൻ്റെ ഏറ്റവും വികൃതമായ മുഖമാണോ എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ സംഘപരിവാരം ഇന്ന് നമ്മുടെ രാജ്യത്ത് ബോധപൂർവമായി വിഭജനമുണ്ടാക്കുകയാണ്. ഗാന്ധിയും സ്വതന്ത്ര സമര സേനാനികളും നമ്മുടെ രാജ്യവും എല്ലാം ആഗ്രഹിച്ച് സ്വാതന്ത്ര്യം നേടിയ നമ്മുടെ രാജ്യത്ത് നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യം സൃഷ്ടിച്ച ഭരണഘടന, ആ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന അവകാശങ്ങൾ, മതേതരത്വത്തിൻ്റെ അവകാശങ്ങൾ, ഏത് മതത്തിലും ആർക്കും വിശ്വസിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാം കൊടുത്ത ഭരണഘടന, ആ ഭരണഘടനയെ നോക്കുകുത്തിയാക്കുന്ന ഭരണ സംവിധാനമാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ആ രാജ്യം ഭരിക്കുന്ന ഭരണ സംവിധാനത്തോട് അരുതെന്ന് പറയാൻ, ഇത് തെറ്റാണെന്ന് പറയാൻ, അവർ ഈ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന എല്ലാ വിഭജന രാഷ്ട്രീയത്തെയും ചെറുക്കാൻ നമ്മൾ എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ശ്വേതാ ഭട്ടാണ് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. ശ്വേതാ ഭട്ടിനെ ലിജീഷും അതിനുശേഷം ശ്വേതാ ഭട്ടും അവരാരാണ് എന്നും അവരുടെ പോരാട്ടത്തെക്കുറിച്ചുമെല്ലാം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ശ്വേതാ ഭട്ട്, അദ്ദേഹത്തിൻ്റെ ഭർത്താവ് സഞ്ജീവ് ഭട്ട്, ആ സഞ്ജീവ് ഭട്ട് ചെയ്ത തെറ്റെന്താണ്? ആ സഞ്ജീവ് ഭട്ട് ചെയ്ത തെറ്റ് ഈ രാജ്യത്ത് ഈ
സംഘപരിവാർ ഈ രാജ്യത്തിന് മുമ്പിൽ വെച്ച ഒരു പരീക്ഷണമുണ്ട്. അത് ഗുജറാത്താണ്. എങ്ങനെ ഈ രാജ്യത്ത് കലാപങ്ങൾ അയച്ചുവിടാം, എങ്ങനെ ഈ രാജ്യത്ത് മനുഷ്യരെ തമ്മിൽ തല്ലിക്കാം, അതിനുള്ള ഒരു പരീക്ഷണശാലയായി ഞാനും നിങ്ങളുമൊക്കെ ഉറച്ചു വിശ്വസിക്കുന്നത് ഗുജറാത്താണ്. 2002 നടന്ന ഗുജറാത്ത് കലാപം, ആ ഗുജറാത്തിൽ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രൂരമായി കൊല ചെയ്തത് 294 മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഔദ്യോഗികമായ കണക്കിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഇടം, 254 ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ ഔദ്യോഗികമായി കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഇടം ഗുജറാത്ത്. ആ ഗുജറാത്തിൽ 2000-ലധികം മനുഷ്യർ ആ ഗുജറാത്ത് കലാപത്തിൽ മരിച്ചിട്ടുണ്ട്, കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗിക കണക്ക്. ആ കണക്ക് ഈ രാജ്യത്തിന് മുമ്പിലുണ്ട്. ആ ഗുജറാത്ത് സംഭവത്തിൽ അന്നത്തെ ഭരണാധികാരികൾക്ക്, അവിടെ ഭരിച്ചിരുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പങ്കുണ്ട് എന്ന് ഈ രാജ്യത്തെ സകലരും വിശ്വസിക്കുന്നു, മതനിരപേക്ഷവാദികൾ വിശ്വസിക്കുന്നു. അവരുടെ ഇടപെടലുകൾക്ക് വ്യത്യസ്ത തലത്തിലുള്ള തെളിവുകൾ വന്നിട്ടുണ്ട്. അന്ന് കലാപത്തിൽ പങ്കെടുത്തവർ പോലും പിന്നീട് മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ അത് രഹസ്യമായി ഷൂട്ട് ചെയ്തതെല്ലാം പുറം ലോകത്ത് വന്നതാണ്. ആ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടതിന്റെ പേരിലാണ് സഞ്ജീവ് ഭട്ടിനെ മറ്റൊരു കേസിൽ പെടുത്തിക്കൊണ്ട് നീണ്ട 7.5 വർഷ കാലയളവിൽ ഇപ്പോൾ ജയിലിൽ വെച്ചിരിക്കുന്നത്. അവരുടെ ആ പോരാട്ട വീര്യത്തെ ഈ നാട് മനസ്സിലാക്കുന്നു. ആ സഞ്ജീവ് ഭട്ടിനെ അകാരണമായി ജയിലിലടച്ച് പീഡിപ്പിക്കുകയാണ്. അതൊരു സഞ്ജീവ് ഭട്ടിനെ മാത്രമല്ല, RB ശ്രീകുമാറും സഞ്ജീവ് ഭട്ടുമൊക്കെ ഈ വിഷയം ഉയർത്തിയവരാണ്. അവരെയെല്ലാം എങ്ങനെയാണ് വേട്ടയാടേണ്ടത് എന്ന നല്ല ബോധ്യമുള്ളവരാണ് രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ. പ്രതികരിക്കുന്നവരെ, പ്രതിഷേധിക്കുന്നവരെ എല്ലാം കള്ളക്കേസുകളിൽ കുടുക്കി, അല്ലാത്തവരെ കീഴ്പ്പെടുത്തി, കൊലപ്പെടുത്തിയെല്ലാം മുന്നോട്ട് പോകുന്ന സംഘപരിവാരം. ആ സംഘപരിവാരം ഇന്ന് രാജ്യം ഭരിക്കുകയാണ്. ആ സംഘപരിവാരത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തണം എന്ന് തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ പ്രതീക്ഷിക്കുന്നത്. ആ സംഘപരിവാരം ഗുജറാത്ത് കലാപത്തിലെ ബിൽക്കീസ് ബാനുവിനെ പുറത്തുവിട്ടത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. ബിൽക്കീസ് ബാനുവിനെ പീഡിപ്പിച്ചവരെ പുറത്തുവിട്ടത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. ബിൽക്കീസ് ബാനുവിനെയും അവരുടെ പിഞ്ചു കുഞ്ഞ ഗുജറാത്തിലെ ബിൽക്കീസ് ബാനുവിനെ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. ഗുജറാത്ത് കലാപത്തിന്റെ പ്രതീകമായി ഇന്നും നമുക്കുള്ളിൽ ജീവിക്കുന്നവരാണ് ബിൽക്കീസ് ബാനു. ബിൽക്കീസ് ബാനു എന്ന് പറയുന്ന ആ ഗർഭിണിയായ ബിൽക്കീസ് ബാനുവിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല, അവരുടെ പിഞ്ചുമകളെ 3 വയസ്സുകാരിയെ ഉൾപ്പെടെ 7 പേരെ കൊലപ്പെടുത്തുക. അങ്ങനെ ക്രൂരമായ പീഡനത്തിനിരയായ ബിൽക്കീസ് ബാനു, ആ ബിൽക്കീസ് ബാനുവിന്റെ പരാതിക്കടിസ്ഥാനത്തിൽ ജയിലിൽ കഴിയുന്ന 11 സംഘപരിവാറുകാരത്തെ ജയിലിൽ നിന്നിറങ്ങാൻ ഗുജറാത്ത് സർക്കാർ ഇടപെട്ടു, പുറത്തിറക്കി. അങ്ങനെ പുറത്തിറക്കിയപ്പോ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് സുഭാഷിണി അലി, നമ്മുടെ മഹിളാ അസോസിയേഷന്റെ മുൻ നേതാവ്, അവര് ഈ രാജ്യത്തെ സുപ്രീം കോടതിയെ ഉൾപ്പെടെ സമീപിച്ച് ബിൽക്കീസ് ബാനുവിനോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി വാദിച്ച് ആ പ്രതികളെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുത്തത് നമ്മുടെ മുമ്പിലുണ്ട്. ഇത് ഈ രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിരോധമാണ്. ഈ രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇടതുപക്ഷവും ഇടതുപക്ഷ പ്രവർത്തകരും മഹിളാ അസോസിയേഷനും DYFIയും SFIയും എല്ലാം എത്രത്തോളം കരുതലോടുകൂടി ഇടപെടുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ നമുക്ക് പറയാതിരിക്കാൻ വയ്യ, നമ്മൾ ഈ മുദ്രാവാക്യത്തിൽ പറയുന്നത് ഗാന്ധിയെ ഓർക്കാം, ഗാന്ധിയുടെ രാഷ്ട്രീയത്തെ ഓർക്കാം. ആ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കിയവരെ കുറിച്ച് ഈ നാട്ടിൽ ചർച്ച ചെയ്യാം. അതോടൊപ്പം ആ ഗാന്ധിയെ തകർത്ത, ഗാന്ധിയുടെ രാഷ്ട്രീയത്തെ ഭയപ്പെട്ട ആ സംഘപരിവാർ രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മുടെ നാടിനെ തടഞ്ഞു നിർത്താം എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. ഇവിടെ നമ്മുടെ കേരളത്തിൽ നോക്കൂ നിങ്ങൾ, ഈ കേരളത്തിൽ വലിയ പ്രയാസത്തോടു കൂടി അല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല. ഗാന്ധിയുടെ കൊലപാതകികളോട്, ഗാന്ധിയെ കൊന്ന സംഘപരിവാർ രാഷ്ട്രീയത്തോട്, ആ വിദ്വേഷം അമിപ്പിക്കുന്ന രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ഇന്ന് ഈ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ എടുക്കുന്നത് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. നിരവധിയായ ഉദാഹരണങ്ങൾ ഇതിനു മുൻപുമുണ്ട്. കോലീബി ഉണ്ടാക്കി ഈ നാട്ടിലെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് ഈ നാട്ടിലെ കോൺഗ്രസുകാർ. അവരിപ്പോ ചെയ്ത പണി എന്താ? അവരിപ്പോ ചെയ്തത്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ അനുഭവിച്ചു. ഇന്നൊരു വാർത്ത വന്നു, അത് മറ്റത്തൂരിൽ നിന്നാണ്, തൃശ്ശൂരിലെ മറ്റത്തൂരിൽ
തൃശ്ശൂരിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഇടതുപക്ഷത്തിന് 10 സീറ്റ്, UDF-ന് 8 സീറ്റ്, BJP-ക്ക് 4 സീറ്റ്, 2 സ്വതന്ത്രർ. അതിലൊരു സ്വതന്ത്രൻ ഇടതുപക്ഷത്തെ പിന്തുണച്ചപ്പോ മറ്റൊരു സ്വതന്ത്രനെയും BJP-യെയും കൂട്ടി തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്ന കോൺഗ്രസുകാരും താമര ചിഹ്നത്തിൽ ജയിച്ചു വന്ന BJP-ക്കാരും ഒരുമിച്ച് ചേർന്ന് എങ്ങനെ ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താം എന്ന് കാണിച്ചു തന്നു തൃശ്ശൂരിലെ മറ്റത്തൂരിൽ. അതായത് ഗാന്ധിയെ കൊന്നവരുടെ രാഷ്ട്രീയത്തോട് എങ്ങനെ ചേർന്ന് നിൽക്കാം എന്നുള്ളതാണ് ഈ നാട്ടിലെ കോൺഗ്രസ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു മറ്റത്തൂരിൽ മാത്രമല്ല, കുറച്ചപ്പുറത്ത് കോട്ടയത്തെ കുമരകത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വന്നു. അവിടെ ജയിച്ചതിൽ 8 പേര് ഇടതുപക്ഷം, 4 പേര് UDF, 1 സ്വതന്ത്രൻ, 3 BJP. ഈ സ്വതന്ത്രനും BJP-യും കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. അങ്ങനെ അത് ടൈ ആയി ടോസ് ഇട്ടു. അവിടെ കോൺഗ്രസും BJP-യും ഒരുമിച്ച് കുമരകം പഞ്ചായത്തിൽ ഇടതുപക്ഷത്തെ അകറ്റി നിർത്തി. ഇതാരുടെ രാഷ്ട്രീയമാണ്? ഈ സംഘപരിവാരത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് ആരാണ് മുന്നോട്ട് വെക്കുന്നത്? ഇത് ഈ VD സതീശൻ എന്ന് പറയുന്ന ഈ കേരളം ആഗ്രഹിക്കാത്ത ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് വരുന്ന ഒരു രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. കാരണം ഈ VD സതീശൻ നേരത്തെ RSS-ന്റെ സൈദ്ധാന്തികന്റെ പുസ്തക പ്രകാശനത്തിന് പങ്കെടുത്ത് ഈ ഗാന്ധി ഘാതകന്റെ രാഷ്ട്രീയത്തിന്, ആ രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിന്റെ മുമ്പിൽ ദീപം തെളിയിക്കുകയും കുനിഞ്ഞു നിൽക്കുകയും ചെയ്തത് ഈ കേരളം കണ്ടതാണ്. ഇത് കേരളത്തിന്റെ മുമ്പിലുള്ള രാഷ്ട്രീയമാണ്, നമ്മുടെ ബോധ്യമാണ്. അതുപോലെ തന്നെയാണ് കോൺഗ്രസിന്റെ മുൻ KPCC പ്രസിഡന്റ്, ഇപ്പോ കണ്ണൂരിലെ MP സാക്ഷാൽ സുധാകരൻ. ആ സുധാകരൻ ഒരർത്ഥശങ്കക്കിടയുമില്ലാതെ വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ നാടിനോട് പറഞ്ഞു, RSS-ന്റെ ശാഖക്ക് ഞങ്ങൾ കാവൽ നിന്നിട്ടുണ്ട്. എപ്പോ DYFI-ക്കാരും CPM-കാരും RSS എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ അവരുടെ ശാഖാ പ്രവർത്തനത്തിന്റെ അപ്പുറത്തേക്ക് വന്ന് അടുത്തേക്ക് വന്ന് ആ ശാഖയെ തകർക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോ ആ ശാഖക്ക് സംരക്ഷണം കൊടുക്കാൻ ഞാൻ എന്റെ പ്രവർത്തകരെ കോൺഗ്രസുകാരെ വിട്ടിട്ടുണ്ട് എന്ന് ഒരു മടിയുമില്ലാതെ പറഞ്ഞ ആളാണ് K. സുധാകരൻ. ഇതാണ് കേരളത്തിലെ കോൺഗ്രസ്. പ്രിയമുള്ളവരെ, ഈ ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധിയെ ഓർക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, സംഘപരിവാർ രാഷ്ട്രീയത്തോട് എന്ത് സംഭവിച്ചാലും, ജീവൻ പോകേണ്ടി വന്നാലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കണം. അത് തന്നെയാണ് നമ്മൾ ഈ സമരത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. കോൺഗ്രസും മറ്റു പലരും അവർക്കൊരു പക്ഷേ 10 വർഷ കാലയളവിൽ ഇവിടെ അധികാരത്തിൽ ഇരിക്കാത്തതിന്റെ, അധികാരം കിട്ടാത്തതിന്റെ വല്ലാത്ത പ്രയാസമുണ്ടാകും. ആ പ്രയാസം അവരെ ഈ സംഘപരിവാരത്തോട്, ഗാന്ധി ഘാതകരോട് എങ്ങനെ ചേർന്നാലും, അവർ ഈ രാഷ്ട്രീയത്തിൽ എങ്ങനെ മേൽക്കൈ നേടാൻ ശ്രമിച്ചാലും ഈ നാട് അവർക്ക് മാപ്പ് നൽകില്ല. ഈ നാട് മതനിരപേക്ഷതയുടെ നാടാണ്. ഈ നാട്ടിൽ ഈ സംഘപരിവാരത്തെ, ഗാന്ധിയെ കൊന്ന ഈ നാട്ടിൽ വിഭജന രാഷ്ട്രീയം കൊണ്ടുവരുന്ന ഈ സംഘപരിവാരത്തോട് ഒരു നിലക്കും കൂട്ടുകൂടാൻ മനസ്സില്ലാത്തവരുടെ കൂട്ടായ്മയാണ് ഇന്ന് കേരളത്തിലുടനീളം മഹിളാ അസോസിയേഷനും SFI-യും DYFI-യും ചേർന്ന് സംഘടിപ്പിച്ചത്. അതിൽ പങ്കെടുത്ത എല്ലാവരെയും വർഗീയ വിരുദ്ധ പോരാട്ടത്തിന്റെ പതാകകൾ ഏറ്റുപിടിച്ച് ഈ നാട്ടിൽ സംഘപരിവാരത്തിന് ഇടയില്ല എന്നുള്ള പ്രഖ്യാപനം നടത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഏവരെയും DYFI-യുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ലാൽ സലാം.